ഫേസ്ബുക്ക് ഒരു രാജ്യമായിരുന്നെങ്കിൽ ആ രാജ്യം ജനസംഖ്യയിൽ 3-ാം സ്ഥാനം സ്വന്തമാക്കുമായിരുന്നു. കഴിഞ്ഞ 12 മാസത്തിനിടയ്ക്ക് 200 ദശലക്ഷം ആളുകൾ പുതുതായി ഫേസ്ബുക്കിൽ അംഗങ്ങളായി. ഒരു ശരാശരി ഫേസ്ബുക്ക് ഉപയോക്താവ് ദിവസം 55 മിനിറ്റ് ഫേസ്ബുക്കിൽ ചെലവിടുന്നു. ട്വിറ്ററിൽ ശരാശരി 50 ദശലക്ഷം ട്വീറ്റുകൾ ഒരു ദിവസമുണ്ടാകുന്നു. 20 കോടിയിലധികം ബ്ലോഗുകൾ ഇന്റർനെറ്റിലുണ്ട്. കഴിഞ്ഞ 38 വർഷത്തിനിടയ്ക്ക് റേഡിയോ 50 ദശലക്ഷം ആളുകളിലേക്കെത്തി. 13 വർഷം കൊണ്ടാണ് ടെലിവിഷൻ അതു സാധിച്ചത്. എന്നാൽ വെറും 4 വർഷത്തിനിടയ്ക്ക് 50 ദശലക്ഷം ആളുകളാണ് ഇന്റർനെറ്റ് ഉപയോക്താക്കളായത്. കണക്കുകൾ ബോധ്യപ്പെടുത്തുന്നത് സോഷ്യൽ മീഡിയയുടെ കാലിക പ്രസക്തിയാണ്. നിത്യജീവിതത്തിൽ ഒരു മേഖലയെയും ഇന്ന് സോഷ്യൽ മീഡിയകൾ സ്പർശിക്കാതെ പോകുന്നില്ല. ഫേസ്ബുക്കും ട്വിറ്ററും ബ്ലോഗും യൂട്യൂബും തുടങ്ങി നവമാധ്യമങ്ങൾ ആശയങ്ങളെയും ആവശ്യങ്ങളെയും അഭിപ്രായങ്ങളെയും ചിന്തകളെയും ലോകം മുഴുവൻ പങ്കുവയ്ക്കാൻ സാധാരണക്കാരനെ സഹായിക്കുന്നു. അവിടെയാണ് സോഷ്യൽ മീഡിയയുടെ പ്രസക്തിയും. നിയന്ത്രണങ്ങൾ ഒന്നുമില്ലാതെ ആർക്കും എന്തും എഴുതാം, വായിക്കാം. വായിച്ചതിനെക്കുറിച്ച് അഭിപ്രായം അപ്പപ്പോൾ പറയാം. ഇങ്ങനെ തികഞ്ഞ ജനാധിപത്യവൽക്കരണമാണ് സോഷ്യൽ മീഡിയകളിലൂടെ സാധ്യമാകുന്നതും. ജൂലിയൻ അസാഞ്ചെയുടെ വിക്കിലീക്സ് ഇടപെടൽ വഴി നവമാധ്യമങ്ങളുടെ കരുത്ത് നമ്മൾ അറിഞ്ഞതുമാണ്. അസാഞ്ചിനെപ്പോലെ ബ്രാഡ്ലി മാനിങ്ങും എഡ്വേർഡ് സ്നോഡനും ഞെട്ടിപ്പിക്കുന്ന പല വിവരങ്ങളും പുറത്തുവിട്ടതും സോഷ്യൽ മീഡിയകൾ വഴിയാണ്. നിയന്ത്രണങ്ങളില്ലാത്തതിനാൽ പലപ്പോഴും സാമൂഹ്യ മര്യാദകൾ പാലിക്കപ്പെടാതെ പോകുന്നുണ്ട് ഇവിടെ. എന്നാൽ വലിയ നിയന്ത്രണങ്ങളില്ലാതെ സോഷ്യൽ മീഡിയകൾ മുന്നോട്ടു പോകേണ്ടതും സോഷ്യൽ ആക്ടിവിസം ശക്തമാകേണ്ടതും കാലഘട്ടത്തിന്റെ ആവശ്യമാണ്. കാരണം നാളത്തെ വിപ്ലവം ആരംഭിക്കുന്നത് ഒരു പോസ്റ്റിൽ നിന്നോ ട്വീറ്റിൽ നിന്നോ ആകാം. ന്യൂസ് ഡെസ്ക്, മീഡിയ 1.